നിമിഷപ്രിയ കേസിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനെ തള്ളി യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി. നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള വഴികൾ തുറക്കുന്നുണ്ടെന്ന് സർഹാൻ ഷംസാൻ വിസ്വാബി ഫേസ്ബുക്ക് ലൈവിൽ വ്യക്തമാക്കി. എം.ജി. മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, മോചനത്തിനുള്ള സാധ്യത അത് ഇപ്പോഴും തള്ളുന്നില്ല, ആ പ്രതീക്ഷകൾ തുടരുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ യമൻ ആക്ടിവിസ്റ്റിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഈ ശരീഅത്ത് നിയമം അനുസരിച്ച് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് തന്നെയാണ് ഏറെ പ്രാധാന്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തലാലിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, അവരുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്, അത് പോസിറ്റീവ് ആകും, ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും നിലനിൽക്കുകയാണ് അല്ലെ? എന്ത് മനസ്സിലാക്കണം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചില ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നേരത്തെ ഈ തലാലിൻ്റെ സഹോദരൻ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങളൊന്നും തന്നെ ശരിയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ തലാൽ ആക്ഷൻ കൗൺസിൽ സ്പോക്സ് പേഴ്സൺ കൂടിയായിരുന്ന യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ മതപണ്ഡിതന്മാരുടെ ഉന്നത ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദായിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള വഴികൾ, അതിൻ്റെ സാധ്യതകൾ തുറന്നു വരുന്നു എന്നുള്ളതാണ് ഈ ചർച്ചകളിലൂടെനീളം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിരവധി തവണ ഈ തലാലിൻ്റെ സഹോദരൻ വലിയ ആരോപണങ്ങളുമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതായത് ഈ നേരത്തെ ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരുമായിട്ടുള്ള, അതായത് തലാലിൻ്റെ പിതാവുമായി കേന്ദ്രീകരിച്ച് മതപണ്ഡിതന്മാർ ഇപ്പോൾ കൂടിയാലോചനകൾ നടത്തുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് വശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. കൂടുതൽ മോചനത്തിലേക്ക് അടുത്തു വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു വശത്ത് സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷമുള്ളത് ഈ തലാലിൻ്റെ സഹോദരൻ്റെ ചില വാദങ്ങളാണ്, അതാണ് തടസ്സമായി നിൽക്കുന്നത്. പക്ഷേ ഈ പിതാവിനെ അനുനയിപ്പിച്ചതിന് ശേഷം ആ ഒരു പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകാനും ഈ തടസ്സവാദങ്ങളെ മറികടക്കാനുമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ആക്ടിവിസ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ ശരീഅത്ത് നിയമപ്രകാരം ഈ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും കൂടി അദ്ദേഹം ഈ FB പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സാങ്കേതികതകൾ മറികടന്നതിന് ശേഷം, ഈ തടസ്സങ്ങളെല്ലാം മറികടന്നതിന് ശേഷം ഉടൻ തന്നെ ഈ മോചനവുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ മലയാളം വാർത്തകളും മറ്റും ചിലർ ഈ തലാലിൻ്റെ സഹോദരൻ ഫത്താഖ് മഹദിക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലമായാണ് ഈ നിരന്തരം ഇതിനെതിരെ രംഗത്ത് ഈ തലാലിൻ്റെ സഹോദരൻ വരുന്നതെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ മതപണ്ഡിതരുടെ, അതായത് കാന്തപുരത്തിൻ്റെ ഇടപെടലിലൂടെ ഈ സുഫി മതപണ്ഡിതർ നടത്തിയ ആ ഇടപെടൽ ഫലം കാണുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്കിൽ അദ്ദേഹം നടത്തിയ ഈ വീഡിയോ സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മോചനം ഇനി അകലെയല്ല എന്നുള്ള വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ശരി, എം.ജി. മിഥുനാണ് വിവരങ്ങൾ.